ആകാശഗംഗയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മലയാള വർഷം 1202 അതായത് 2026-27 കാലഘട്ടത്തിൽ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ഒരു പ്രവചനമാണ്. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവക്കൂറിൽ വരുന്നത് ശുക്രൻ്റെ രാശിയിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിൽ വരുന്നത് ബുധൻ്റെ രാശിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹമാറ്റങ്ങൾ രണ്ട് കൂറുകാരെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ വർഷത്തെ പ്രധാന ഗ്രഹനില ആദ്യം നോക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കിടകത്തിലും, തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങത്തിലും, അതിനുശേഷം വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും പിന്നീട് ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന സമയമാണ്. 2027 ജൂൺ മാസം വരെ ശനി മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഒരു സങ്കീർണമായ ഗ്രഹസ്ഥിതി മകയിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഓരോ മേഖലയായിട്ട് തിരിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല പരിശോധിക്കാം. ഇടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും ഈ വർഷം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. 2027 ജൂൺ വരെ ശനി മീനൻ രാശിയിലൊക്കെ തുടരുന്നതിനാൽ തൊഴിൽ രംഗത്തൊക്കെ കഠിനാധ്വാനം വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ ഒരു അംഗീകാരം തുടക്കത്തിലൊന്നും ലഭിക്കണമെന്നില്ല. 2026 ഒക്ടോബർ വരെ വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനത്തൊക്കെ നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ മേലധികാരികളുടെ അതൃപ്തിക്കോ ഒക്കെ സാധ്യതയുമുണ്ട്. 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെയുള്ള കാലയളവിലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമയത്ത് വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിലിലെ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകും. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. IT മേഖല, ബാങ്കിങ് മേഖല, അതുപോലെ അധ്യാപനം, കലാരംഗം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഈ സമയം കരിയറിലൊക്കെ നല്ല രീതിയിലുള്ളൊരു ബ്രേക്കൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ 2027 ജൂണിന് ശേഷം ശനി മേടൻ രാശിയിലേക്കൊക്കെ മാറുമ്പോൾ ജോലിയിലെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരാം. സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കും, എങ്കിലും മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിക്കാം. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 ഡിസംബറിലെ രാഹുമാറ്റത്തിന് ശേഷം അനുകൂലമായ വഴിയൊക്കെ തെളിയുന്നതുമാണ്. ഇനി ബിസിനസ് രംഗത്തേക്ക് നോക്കിയാൽ മകയിര നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് 1202 ആണ്ട് വലിയ പരീക്ഷണങ്ങളുടെയും ഒപ്പം വലിയ വിജയങ്ങളുടെയും ഒരു കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഡിസംബർ വരെ 2026 ഡിസംബർ വരെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. രാഹുവിൻ്റെ സ്വാധീനം കാരണം പങ്കാളികൾ തമ്മിൽ അവിശ്വാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളൊക്കെ കൃത്യമായ രേഖകളോടെയൊക്കെ മാത്രം ചെയ്യുക. 2026 ഒക്ടോബറിന് ശേഷം വ്യാഴം അനുകൂലമാകുന്നതോടെ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണം, ഹോട്ടൽ ബിസിനസ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് മികച്ച ലാഭമൊക്കെ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പഴയ കടങ്ങളൊക്കെ വീട്ടാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും സാധിക്കും. എങ്കിലും വലിയ തുകകളൊക്കെ കടം കൊടുക്കുന്നത് ഈ വർഷം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികം. മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം പണം വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഒരു ഹോൾഡിങ്, അതായത് സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. വരവിനൊപ്പം തന്നെ ചിലവ് കൂടുന്നതാണ്. 2026 ഡിസംബറിലെ രാഹുകേതു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക നിലയെ സ്വാധീനിക്കുന്നതാണ്. അനാവശ്യ ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതൊക്കെ നിയന്ത്രിക്കണം. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2027 തുടക്കത്തിൽ ലോണുകളോ സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാണ്.
അതുപോലെ ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ലളിതമായ വഴികളിലൂടെയൊക്കെ പണം സമ്പാദിക്കാനൊക്കെ നോക്കുന്നവർ ഈ വർഷം കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങൾക്കൊക്കെ മുതിരാതിരിക്കുക. കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പണം മാത്രമേ നമ്മളുടെ കയ്യിൽ നിൽക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അടുത്തതായി കുടുംബജീവിതം. സന്തോഷവും സമാധാനമൊക്കെ കുടുംബജീവിതത്തിൽ നിലനിൽക്കുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. കേതു കർക്കിടകത്തിലേക്കൊക്കെ രാശി മാറുന്നതോടെ അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം. ബന്ധുക്കളുമായി വസ്തുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴത്തിന് അനുകൂല ദൃഷ്ടിയൊക്കെ വരുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് 2026 നവംബർ, ഡിസംബർ, 2027 ജനുവരി മാസങ്ങളിൽ ഈ സമയത്തൊക്കെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. വിവാഹമൊക്കെ ആഗ്രഹിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുയോജ്യമായ പങ്കാളിയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് ബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാൻ അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പങ്കാളിയുടെ വാക്കുകളെയൊക്കെ മാനിക്കുക വഴി വലിയ പിണക്കങ്ങളൊക്കെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നതാണ്. 2026 ഒക്ടോബർ വരെ അലസതയൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം വരുന്ന വ്യാഴമാറ്റം ഉയർന്ന പഠനത്തിന്, പ്രത്യേകിച്ച് വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അനുകൂലമാകുന്നതാണ്. മത്സര പരീക്ഷകളിലെ മികച്ച വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കും. ഇനി മകയിരക്കാരുടെ ആരോഗ്യകാര്യത്തിലേക്ക് കടക്കാം. മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്ര ഫലമാണ്. രാഹുകേതുക്കളുടെയൊക്കെ മാറ്റം കാരണം ഉദരസംബന്ധമായ അസുഖങ്ങളെ, വായു സംബന്ധമായ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ വേദനകളെ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കുക. ഈ യാത്രകളിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുന്നവർ. ഇനി ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും മകയിര നക്ഷത്രക്കാരെ ഈ വർഷം ചെയ്യേണ്ട ചില വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണെങ്കിലും ചന്ദ്രൻ്റെ സ്വാധീനമുള്ളതിനാലും തിങ്കളാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവന് ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം തിങ്കളാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും. ഇനി ശനി മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിക്കുക. ശാസ്താവിനെ എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തുന്നതൊക്കെ തൊഴിലിലെ തടസ്സങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. അതുപോലെ സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുകയോ അല്ലെങ്കിൽ നാഗരാജാവിന് വിളക്ക് വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്താൽ ആശ്വാസം ലഭിക്കുന്നതാണ്. പരിഹാരങ്ങളൊക്കെ ഭക്തിയോടെ ചെയ്യുകയും ഒപ്പം കഠിനാധ്വാനമൊക്കെ തുടരുകയും ചെയ്താൽ 1202 ആണ്ട് മകയിര നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങളുടെ ഒരു വർഷമായി മാറും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.